കടലിൽ മുങ്ങിയ പുരാതന നഗരമായ അറ്റ്ലാന്റിസിനെ കുറിച്ചുള്ള നിരവധി കഥകൾ കേട്ടിട്ടുണ്ട്. സിനിമയിലൂടെയും നോവലുകളിലൂടെയും പരിചിതമായ അറ്റ്ലാന്റിസിനോട് സാമ്യമുള്ള ഒരു നഗരം അങ്ങ് ചൈനയിലുമുണ്ട്. ചൈനയുടെ അറ്റ്ലാന്റിസ് എന്നറിയപ്പെടുന്ന ഈ പുരാതന നഗരം വെള്ളത്തിനിടയിൽ നിന്നും അധികം കേടുപാടുമില്ലാതെ നിലകൊള്ളുന്നു. ചൈനയിലെ മനുഷ്യനിർമ്മിത തടാകത്തിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ലയൺ സിറ്റി ലോകത്തിലെ ഒരേയൊരു മുങ്ങിപ്പോയ സാമ്രാജ്യത്തിലൊന്നാണ്. AD 25-നും 200-നും ഇടയിൽ ഒരു സാമ്രാജ്യമായിരുന്ന ലയൺ സിറ്റി ഇപ്പോൾ ചൈനയിലെ ഏറ്റവും ശക്തമായ സ്ഥലങ്ങളിലൊന്നാണ്. ചൈനയിലെ അതിമനോഹരമായ കിയോണ്ടോ തടാകത്തിനടുത്ത് വീശി പർവ്വതത്തിന് താഴെയായിട്ടാണ് വെള്ളത്തിൽ മുങ്ങിയ ലയൺ സിറ്റി. 50 വർഷത്തിലേറെയായി വെള്ളത്തിനിടയിലായിട്ടും നഗരം ഇന്നും കേടുകൂടാതെ നിലനിൽക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2014-ൽ ഈ സ്ഥലം വിനോദസഞ്ചാരികൾക്കൊരു ഡൈവിംഗ് സെറ്റായി തുറന്നു. ഏകദേശം 1400 വർഷത്തിലേറെ പഴക്കമുള്ള വാസ്തുവിദ്യയുടെയും കൊത്തുപണിയുടെയും നേർക്കാഴ്ചയാണ് വെള്ളത്തിനിടയിലുള്ളത്. വാസ്തവത്തിൽ ഈ നഗരം വെള്ളത്തിൽ മുങ്ങിപ്പോയതല്ല, മനഃപൂർവ്വം മുക്കിയതാണ്. 1959-ൽ ചൈനീസ് സർക്കാർ സിന്നാൻ റിവർ ഡാം പ്രൊജക്ട് പ്രഖ്യാപിച്ചതോടെ ഈ നഗരത്തിൻ്റെ കഷ്ടകാലം തുടങ്ങിയത്. ലയൺ സിറ്റി ഇരിക്കുന്ന പ്രദേശം ഡാം നിർമ്മിക്കുവാനുള്ള സ്ഥലമായി തിരഞ്ഞെടുത്തു. അങ്ങനെ നൂറ്റാണ്ടുകളായി നഗരം അഭിമാനത്തോടെ നിലകൊള്ളുന്ന താഴ്വര വെള്ളത്താൽ നിറഞ്ഞു. കിയാൻഡോ തടാകത്തിന് താഴെ 131 അടി ആഴത്തിലാണ് ഈ നഗരം കിടക്കുന്നത്. ഇപ്പോൾ ഈ പുരാതന നഗരം ഒരു ഡൈവിംഗ് സ്പോട്ടായി മാറിയിരിക്കുകയാണ്. എന്നാൽ പരിചയസമ്പന്നരായ മുങ്ങൽ വിദഗ്ധരെ മാത്രമേ അനുവദിക്കൂ. 16-ാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യയിലും ശില്പകലയിലും അലങ്കരിച്ചിരിക്കുന്ന ലയൺ സിറ്റി നമുക്ക് പലപ്പോഴും താങ്ങാനാവാത്ത ഭൂതകാലത്തിലേക്കുള്ള ഒരു ജാലകമാണ്. ഈ മനുഷ്യനിർമ്മിത അറ്റ്ലാന്റിസ് ചൈനയുടെ വാസ്തുവിദ്യ കിരീടത്തിലെ ഒരു രത്നമാണ്. ശരിക്കും ലയൺ സിറ്റിക്ക് 5 കവാടങ്ങളും 5 ഗോപുരങ്ങളുമുണ്ട്. ഇത് 62 ഫുട്ബോൾ മൈതാനങ്ങളുടെ അത്ര വലിപ്പമുണ്ട്. കല്ലുകളും പതാകല്ലുകളും കൊണ്ട് നിർമ്മിച്ച 6 തെരുവുകളാണ് അണ്ടർ വാട്ടർ സിറ്റിയിലുള്ളത്. ഈ തെരുവുകൾ ആ ടൗൺഷിപ്പിനെ മുഴുവൻ ബന്ധിപ്പിക്കുന്നു.